സൂറത്തുൽ കഹ്ഫ് 15-ാമത്തെ ആയത്ത്. എങ്ങനെയാണ് ശരിയായ ഉച്ചാരണം? ഇൽത്തിഖാഉ സാക്കിനീനാണ് ഇവിടത്തെ നിയമം. സുക്കൂനുകൾ അടുത്തടുത്ത് വരിക. ഇവിടെ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഏതാണ് ആദ്യത്തെ സുക്കൂൻ? ന എന്ന അക്ഷരം കണ്ടോ? അതായത് ഒരു ഫത്ഹ ഇട്ടുകൊണ്ടൊരു നൂനുണ്ട്, അതിന്റെ കൂടെ ഒരു അലിഫും കൂടി ഉണ്ട്. ന എന്നാണ് അതിന്റെ ഉച്ചാരണം, അല്ലെ? ന. ഈ പറയുന്ന ന എന്ന അക്ഷരം കഴിഞ്ഞിട്ട് വരുന്ന മദ്ദക്ഷരം, മദ്ദക്ഷരങ്ങളുടെ സ്ഥായിയായ ഭാവം സുക്കൂനാണ്. അപ്പൊ ആദ്യത്തെ സുക്കൂൻ ഈ അലിഫാണ്, മദ്ദക്ഷരമായിട്ടുള്ള അലിഫ്. പിന്നെ വരുന്നത് ഹംസത്തുൽ വസ്ലാണ്. അത് നമ്മൾ ഇടയിൽ വരുമ്പോ എന്തായാലും ഉച്ചരിക്കൂല. അയാളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന അക്ഷരം ത എന്നാണ്. ഈ താന്റെ പ്രത്യേകത എന്താ? ഇതിന് ഷദ്ദുണ്ട് എന്നതാണ്. എന്താണ് ഈ ഷദ്ദ്? ഒരു സുക്കൂൻ പ്ലസ് ഹറക്ക എന്നുള്ളതാണ് ഷദ്ദ്. ത് പ്ലസ് ത എന്നതാണ് ത ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ താക്ക് എന്തുണ്ട്? സുക്കൂനുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സുക്കൂനും കിട്ടി. നൂൻ കഴിഞ്ഞിട്ടുള്ള അലിഫാണ് ആദ്യത്തെ സുക്കൂൻ. ത എന്ന ശബ്ദുള്ള തായിലുള്ള ആദ്യത്തെ ത ആണ് രണ്ടാമത്തെ സുക്കൂൻ. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യത്തെ സുക്കൂന് നമ്മൾ എന്താക്കുന്നില്ല? ഹറക്കയാക്കി മാറ്റുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? മദ്ദക്ഷരമായ ഈ അലിഫിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കുന്നു. ഒഴിവാക്കുമ്പോ എങ്ങനെയാണ് ഇത് വായിക്കുക? നൂൻ എന്നുള്ളതിനെ നമ്മൾ നീട്ടാതെ വായിക്കണം. ന ന. ഹംസത്തുൽ വസ്ല് നമ്മൾ എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് തഹദൂ തഹദൂ. അപ്പൊ എന്തായി? ഖൗമുന തഹദൂ ഖൗമുന തഹദൂ ഹൗലാഇ ഖൗമുന തഖദൂ മിൻ ദൂനിഹി ആലിഹ